ഹലോ അമിഗോസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു വളരെ ഈസിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു സോസ് ആണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഇത് ബിരിയാണിയുടെ കൂടെയും മന്തിയുടെ കൂടെയും അതുപോലെ ചിക്കൻ ഗ്രില്ല്, എന്ത് തരം തന്തൂരി ഗ്രിൽ ഐറ്റംസ് എന്തിന്റെ കൂടെയും ചേർന്ന് പോകുന്ന ഒരു ഈസി റെസിപ്പിയാണ് നമ്മളിപ്പോൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് നമുക്കിവിടെ വേണ്ടത് കുറച്ച് പുതിന ആവശ്യത്തിന്, കുറച്ച് മല്ലിയില ആവശ്യത്തിന്, 2 ചുമന്ന തക്കാളി, പിന്നെ കുറച്ച് ഗാർലിക്, പിന്നെ ഒരു കാമുറി ഇഞ്ചി, പിന്നെ 4-5 പച്ചമുളക്, 2 കുഞ്ഞുള്ളിയും കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട് ഇവിടെ. അപ്പൊ ഗായ്സ്, ഇവിടെ കാണുന്ന എല്ലാ വക സാധനങ്ങളും നമ്മൾ മിക്സിക്കകത്തിട്ടൊന്ന് അരച്ചെടുക്കാൻ പോകണതിന്. അപ്പൊ തക്കാളി 4 മൂടായിട്ട് അരിഞ്ഞിട്ടുണ്ട്, അത് നമ്മൾ ഇതിനകത്ത് കൊടുക്കുന്നത് 2-3 ഇടുന്നുള്ളൂ. എന്നിട്ട് ഞാൻ ചെറുതായിട്ട് മിക്സി ഒന്ന് മാറി വലിയ മിക്സി എടുത്ത്, കാരണം ഉണ്ടാക്കി വന്നപ്പോൾ ഇത് ഇച്ചിരി കൂടുതലായി പോയി. അപ്പൊ 2 ദിവസം ഫ്രിഡ്ജിൽ ഇരുന്നാലും നമുക്ക് ഇതോടെ യൂസ് ചെയ്യാമല്ലോ. അപ്പൊ നമുക്ക് വലിയ മിക്സിക്കകത്ത് ഇട്ടിട്ടുണ്ട്, നമുക്കൊന്ന് അടച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പിടാൻ മറക്കരുത് എന്നെ പോലെ. അപ്പൊ നമുക്കൊന്ന് ആവശ്യത്തിന് ഉപ്പിട്ടേക്കാം കേട്ടോ. 1-1.5 സ്പൂൺ എക്സ്ട്രാ വെർജിൻ ടെസ്കോയിൽ നിന്ന് വാങ്ങിച്ച ഒലിവ് ഓയിൽ ഒഴിക്കണം. ഞാൻ ഈ സ്പൂണിന്റെ അളവിലേ ഒഴിക്കുന്നത്. 1, 2, 3. ചെറിയ സ്പൂൺ ആയതുകൊണ്ടാണ് ഇതിൽ 4 ഇട്ടത്. നിങ്ങൾ എടുക്കുമ്പോൾ ഇച്ചിരി കൂടെ മുഴുപ്പ് സ്പൂൺ ആയിരിക്കും, അതിൽ 1 സ്പൂൺ ഒഴിച്ചാൽ മതി കേട്ടോ. 1-1.5 ഒഴിച്ചാൽ മതി. നമുക്ക് എല്ലാം കൂടെ അരച്ചൊന്ന് എടുക്കാം കേട്ടോ. അപ്പൊ ഗൈസ്, നമ്മളിവിടെ അരച്ച് നമ്മുടെ സോസ് കൂട്ടൻ റെഡി ആയിട്ടുണ്ട്. ഇതിന് കൂടുതലായിട്ട് ഒരു മിന്റി കൊറിയാൻഡി ഫ്ലേവർ ആണ് വരുന്നത്. ഇത് നല്ല ഹെൽത്തി ആണ്, ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. നിങ്ങൾ എല്ലാവരും കഴിച്ചു നോക്കണം, അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പൊ ഞാൻ ജസ്റ്റ് സോസിന്റെ പരിവം ഓപ്പണേക്കണം കണ്ടോ, എന്നിട്ട് അരഞ്ഞിരിക്കുവാണ്. യമൻ റെഡിയായി, ഇനി നമുക്ക് കഴിച്ചാൽ മാത്രം മതി. അപ്പൊ ഗൈസ്, നമ്മുടെ റെഡിയായ നല്ല സോസ് കൂട്ടൻ ഇവിടെ നമ്മളൊരു പാത്രത്തിലോട്ട് മാറ്റാൻ വേണ്ടി എടുത്ത് വെക്കുന്നുണ്ട്. നമുക്ക് മിക്സിയിൽ നിന്ന് മാറ്റി ഇത് ഒഴിക്കാം. നേരത്തെ ടേസ്റ്റ് ചെയ്ത് ഇച്ചിരി ഉപ്പും കൂടെ ആഡ് ചെയ്തായിരുന്നു ഇതിനകത്തോട്ട്. അപ്പൊ യമൻ നല്ല കുറുകിയ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് ഈ സാധനം കിട്ടാൻ കേട്ടോ. നല്ല നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൂ. നിങ്ങൾ വെള്ളം ഒന്നും ആഡേ ചെയ്യരുത് ഇതിനകത്ത് കേട്ടോ. അവസാനം വരുന്ന ഈ മിക്സി എന്നുള്ള സാധനം കൈ കൊണ്ടോ സ്പൂൺ കൊണ്ടോ വടിച്ചേ ഇതിനകത്ത് ചെറുതായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യുക. ചെറിയ വീഡിയോ ആയിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ഇട്ട് എന്നെ ഈ റെസിപ്പി എങ്ങനെയുണ്ടെന്ന് അറിയിക്കുക. ഒരു ചെറിയ യൂട്യൂബ് ചാനലാണ് എന്റേത്, വളർന്നതും വലുതാവണം. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ബെല്ലൈക്കൺ ഒന്ന് അടിച്ചു പൊടിച്ചേക്കണം. അപ്പൊ ശരിയാണ്, അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. ബൈ.